എണ്ണയിൽ ഫ്രൈ ചെയ്യാത്ത സ്നാക്സ് ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന 2 സ്നാക്സിനും അധികം എണ്ണയൊന്നും വേണ്ട. നമുക്ക് എളുപ്പത്തിൽ വളരെ രുചിയായിട്ട് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഒന്ന് ഒരു ബൺ നിറച്ചതും പിന്നെ ചിക്കൻ നാനുമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ നാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ആദ്യം ചേർക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. അതിന് പകരം നിങ്ങൾക്ക് അത് അഥവാ ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ടും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കുകയാണ്. കുറച്ച് ഒരു 1/2 കപ്പോളം ക്യാപ്സിക്കം, അത്രയും തന്നെ സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. സ്വീറ്റ് കോൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റോ ക്യാബേജോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ മാറ്റി വെക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കേണ്ടത്. സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാനിതൊരു 5 പീസായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്സിന് എത്രയാണ് വലിപ്പം വേണ്ടതെന്നുള്ള ഇതനുസരിച്ചിട്ട് ആ ഒരു വലിപ്പത്തിലാണ് ഉരുളകൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ട് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 5 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. തീരെ കനം കുറഞ്ഞിട്ടല്ല, നമ്മൾ പൂരിയൊക്കെ പരത്തുന്നത് പോലെ കുറച്ച് തിക്കായിട്ട് പരത്തുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും പിടിച്ചിട്ട് നന്നായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു കിഴി പോലെ ആക്കിയതിന് ശേഷം വീണ്ടും പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കീറിപ്പോവുകയാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ചൊന്ന് പരത്തിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇങ്ങനെ പരത്തിയെടുത്ത് റെഡിയാക്കി വെക്കാം. അങ്ങനെ 5 എണ്ണവും പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ തവയിലേക്ക് ഈ ചിക്കൻ നാൻ വെച്ചിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതിൽ 4 എണ്ണമാണ് കൊള്ളുന്നത്. 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നിറയെ ഇട്ടാലും ശരിയാവില്ല. ഇതിലിപ്പോൾ 4 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടുകയാണെങ്കിൽ അവിടെ അങ്ങ് പിടിച്ച് കിട്ടും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ മല്ലിയില വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകിപ്പോവും. മല്ലിയില വെച്ചിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയില അവിടെ അങ്ങനെ പിടിച്ചിരുന്നോളും. അപ്പോൾ മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റും കിട്ടും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരിച്ചിട്ട ഭാഗത്ത് വീണ്ടും ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഭാഗം കൂടി തിരിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് പുരട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ്ക്ക് പകരം ബട്ടർ ആണെങ്കിലും പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യാണ് പുരട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നെയ്യും ബട്ടറൊന്നും വേണ്ട, വെറുതെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെയ്യ് പുരട്ടിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ തിരിച്ചിട്ട ഭാഗത്ത് വീണ്ടും ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ചിക്കൻ നാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞ് വന്ന് എല്ലാ ഭാഗത്തും നെയ്യൊക്കെ പുരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ചധികം മൊരിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ നാനിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും. കാരണം നല്ല ഫില്ലിങ്ങും ഉണ്ട്, പിന്നെ നാനാണല്ലോ, അപ്പോൾ പെട്ടെന്ന് വയറൊക്കെ നിറയും. പിന്നെ നമ്മൾ ചേർത്ത നെയ്യ് ഉണ്ടല്ലോ, അത് നിർബന്ധമൊന്നുമില്ല. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മുടെ ബൺ നിറച്ചത്, നമ്മളിതിൽ ബീഫാണ് നിറക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കനും എടുക്കാം കേട്ടോ. അപ്പോൾ ബൺ നിറച്ചത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കണം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പേസ്റ്റാക്കി എടുക്കണമെന്നില്ല, മൂന്നും കൂടി മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണാണ് മൂന്നും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്, കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഇല്ല, അതിലും കുറവായിട്ട് ഒരു 2-3 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ 3 പൊടികളും ചേർത്തിട്ട് ഒന്ന് ഏകദേശം 1 മിനിറ്റ് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഞാൻ ഈ ബീഫ് ഉപ്പും കുരുമുളകും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ആ 3 സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മട്ടനോ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പിലും കൂടുതലായിട്ട് ഒരു ഏകദേശം 3/4 കപ്പോളം ഉണ്ടാവും മൊസറല്ല ചീസ് ചേർത്തിട്ടുണ്ട്. മൊസറല്ല ചീസിന് പകരം നിങ്ങൾക്ക് ചെഡാർ ചീസോ അല്ലെങ്കിൽ ക്രീം ചീസോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ചീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ ചീസും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഇങ്ങനെ ഒട്ടി നിൽക്കുകയും ചെയ്യും, പിന്നെ ഒരു ചീസിൻ്റെ നല്ല ടേസ്റ്റും കിട്ടുമല്ലോ. അപ്പോൾ ചീസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ബണ്ണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ബണ്ണ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് മാക്സിമം അതിൻ്റെ സൈഡ് വശത്തുനിന്ന് കട്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്കിതിൽ നല്ലോണം ഫില്ലിംഗ് വെക്കാൻ പറ്റും. ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതിങ്ങനെ അടർത്തിയെടുക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് കളയരുത് കേട്ടോ, ഇത് നമുക്ക് ലാസ്റ്റ് ഒട്ടിച്ചെടുക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മാക്സിമം ആ ബണ്ണിൽ കുഴിയുള്ള രീതിയിൽ, കുഴി വരുന്ന രീതിയിൽ ഇങ്ങനെ അടർത്തിയെടുക്കുക. കാരണം നല്ലോണം കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ സൈഡിൽ നിന്നൊക്കെ ഞാനിങ്ങനെ മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എടുത്ത് കളയുന്നുണ്ട്. കാരണം ഇത് അത്രയും വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നിറക്കാം. ഫില്ലിംഗ് കൂടുതൽ വെക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് ഇതിൽ എത്രയാണോ കൊള്ളുന്നത് അത്രയും ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫില്ലിംഗ് വെക്കുന്നിടത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൽ കുറച്ചധികം തന്നെ നല്ലോണം പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്.
കുറച്ചൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ചീസും കൂടി ഉള്ളതുകൊണ്ട് നല്ലോണം അവിടെ ഒട്ടി നിന്നോളും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുക. കാരണം നമുക്ക് ഇതിലിനി നേരിയ ഒരു പീസ് മാത്രമേ വെക്കാൻ കഴിയൂ ഫില്ലിംഗ് വെച്ചതുകൊണ്ട്. അപ്പോൾ ഒരു നേരിയ ഭാഗം മാത്രം എടുത്തിട്ട് ഈ ഫില്ലിംഗ് വെച്ചതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ വെച്ചോളൂ. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം അതങ്ങ് ഒട്ടി നിന്നോളും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ മുകളിൽ കുറച്ചൊന്നൊരു ക്രാക്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ അത്രയും താഴത്തുനിന്ന് കുഴിയുണ്ടാക്കി എടുത്തുകൊണ്ടാണ് കേട്ടോ. അത് അടുത്തതിൽ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ അങ്ങനെ 5 ബണ്ണും നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 എണ്ണത്തിൽ വെക്കാനുള്ള ഫില്ലിങ്ങാണ് ഉണ്ടായിരുന്നത്, നമ്മൾ തയ്യാറാക്കിയ ആ ഫില്ലിങ്. അപ്പോൾ ഇതാ ബണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബണ്ണൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബണ്ണ് ഓരോന്നും എടുത്ത് ഈ മുട്ടയിൽ നന്നായിട്ട് മുക്കിയിട്ട് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. ബണ്ണിൻ്റെ എല്ലാ ഭാഗവും മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം പാനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ബണ്ണും നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് പാനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 4 ബണ്ണാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മല്ലിയിലയും മുളകൊക്കെ ഉണ്ടല്ലോ, അത് ബണ്ണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുട്ടയോട് കൂടിയിട്ട് ഇടുമ്പോൾ അത് അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അതിനുശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു വശം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചിടുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള മുട്ട പെട്ടെന്ന് വേവുമല്ലോ, അങ്ങ് വെന്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ഒന്നിങ്ങനെ കുത്തനെ വെച്ചിട്ടൊക്കെ സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ മൊരിച്ചെടുക്കാമെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. മുട്ടയായതുകൊണ്ട് തന്നെ ആ ചൂട്ടിൽ കിടന്നിട്ട് 2 സൈഡും മൊരിയുമ്പോഴേക്കും തന്നെ സൈഡിലുള്ള വശമൊക്കെ അങ്ങ് മൊരിഞ്ഞ് വന്നോളും. അങ്ങനെ നമ്മുടെ ബണ്ണിൻ്റെ 2 വശവും റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്ത ആ ഒരു പച്ചമുളകും മല്ലിയിലും ഒക്കെ അവിടെ നന്നായിട്ട് ഒട്ടി ഇരിപ്പുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചിയേറിയ ബൺ നിറച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് കാണിച്ച 2 സ്നാക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്